ഇന്നുണ്ടല്ലോ നമുക്ക് കുറച്ച് പുട്ടുണ്ടാക്കിയാലോ. നല്ല സോഫ്റ്റ് പുട്ട് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുട്ടുപൊടിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ, നമുക്ക് വെറും പച്ചരി മാത്രം ആവശ്യമുള്ളൂ. അപ്പോൾ പുട്ടുപൊടി ഇനി കാശ് കൊടുത്ത് മേടിക്കണ്ട. നമുക്ക് 2 കപ്പ് പച്ചരി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നന്നായിട്ടൊന്ന് വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി കഴുകിയെടുത്ത പച്ചരി കുറച്ചധികം വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്താൻ വേണ്ടി വെക്കണം. ഇതിപ്പോ ഞാൻ തലേ ദിവസം രാത്രിയാണ് കേട്ടോ വെള്ളത്തിൽ കുതിർത്താനിട്ടത്. ഇതിപ്പോ രാവിലെ ആയിട്ടുണ്ട്, നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. നന്നായിട്ട് വെള്ളം പോയി കിട്ടുന്ന സമയത്ത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. റവയുടെ ഒക്കെ പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, ഇതാ ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. റവയുടെ ആ ഒരു തരിതരിപ്പോടുകൂടി പൊടിച്ചെടുക്കാം. 2 കപ്പ് പച്ചരി ഇതുപോലെ 2 ട്രിപ്പായിട്ട് ഞാൻ മുഴുവൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പൊടിച്ചെടുത്തത് നമുക്കൊരു ചെറിയ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പൊ അതിനുവേണ്ടി അപ്പച്ചെമ്പ് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് നന്നായിട്ട് ആവി വരാൻ തുടങ്ങുന്ന സമയത്ത് ഈ ബൗള് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. 5 മിനിറ്റ് ആവുന്ന സമയത്ത് വീണ്ടും ഇത് ഓപ്പൺ ചെയ്ത് നന്നായിട്ടൊന്ന് പൊടി മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വീണ്ടും ഇതൊന്ന് 5 മിനിറ്റ് കവർ ചെയ്ത് വെക്കാം. ഇങ്ങനെ സ്റ്റീം ചെയ്ത് വെച്ചാലുണ്ടല്ലോ നമുക്കിത് 2 ആഴ്ച ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പുട്ടുണ്ടാക്കേണ്ട സമയത്ത് ഇതൊന്ന് പുറത്തെടുത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നനച്ചെടുത്ത് പുട്ടുണ്ടാക്കാം. അപ്പോൾ പച്ചരി കുതിർത്ത് ഒന്ന് പൊടിച്ച് ഇതുപോലെ ഒന്ന് സ്റ്റീം ചെയ്ത് ചൂടാറ്റിയ ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 2 ആഴ്ച വരെ ഇത് കേടുകൂടാതെ നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് എടുക്കാൻ പറ്റും. പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് ചൂടാറ്റി എടുക്കണം. ചൂടാറിയ ശേഷം വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറേശ്ശെ ഉപ്പുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കാം. പുട്ട് നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന പോലെ നനച്ചെടുത്താൽ മതി കേട്ടോ. ആ ഒരു നനവുണ്ടല്ലോ പുട്ടുപൊടിയുടെ, ആ ഒരു നനവനുസരിച്ചിട്ട് നനച്ച് നന്നായിട്ട് എടുക്കാം. എന്നിട്ട് കട്ടകളില്ലാതിരിക്കുന്നതിന് വേണ്ടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പുട്ട് കിട്ടും. ഒട്ടും കട്ടകളില്ലാതെ പുട്ടുണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇനി പുട്ടുകണയിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. നല്ല സോഫ്റ്റ് പുട്ട് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഇനി മുതൽ പുട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പുട്ടുപൊടി മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ പച്ചരി കുതിർത്ത് ഒന്ന് പൊടിച്ചെടുത്ത് സ്റ്റീം ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പുട്ട് വേണ്ട സമയത്ത് നമുക്കിത് നനച്ച് പുട്ടുണ്ടാക്കാം. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് പുട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പുട്ടുണ്ടല്ലോ ചൂടാറിയാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. 2 കപ്പ് പച്ചരി കൊണ്ട് ഇതുപോലെ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 5 പുട്ട് വരെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു വീക്കിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ പുട്ട് ഉണ്ടാക്കാൻ എത്ര ദിവസം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടോ അതനുസരിച്ചിട്ട് പച്ചരി കുതിർത്ത് പൊടിച്ച് സ്റ്റീം ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും കേട്ടോ പുട്ടുണ്ടാക്കാനായിട്ട്. ഇനി മില്ലിലൊന്നും കൊടുത്ത് പച്ചരി പൊടിപ്പിക്കണ്ട. പുട്ടുണ്ടാക്കാനാണെങ്കിൽ ഇതുപോലെ നമുക്ക് പച്ചരി കുതിർത്ത് പൊടിച്ച് സ്റ്റീം ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് പുട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു പുട്ടിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നല്ല വീഡിയോസ് ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.